അപ്പൊ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ. ബാബറി മസ്ജിദ് തച്ചു തകർക്കാൻ മുന്നിൽ നിന്ന കർസേവകർ ബാബറി മസ്ജിദിന്റെ താഴികക്കുടങ്ങൾക്ക് മേൽ വലിഞ്ഞു കയറി ആദ്യ ആഘാതമേൽപ്പിച്ച കർസേവകർ മതം മാറി മുസ്ലിം ആവുക, നാടുനീളെ നടന്ന് പള്ളികൾ പുനർനിർമ്മിക്കുക. ഇങ്ങനെയൊക്കെ കേട്ടാ നമുക്ക് എന്താ തോന്നുക? നമ്മുടെ ലോകപരിചയം, രാഷ്ട്രീയ വിശ്വാസം, അറിവ്, വായന, മതവിശ്വാസമൊക്കെ അനുസരിച്ച് ഓരോരുത്തർക്കും ഓരോന്നാണ് തോന്നുക. ചിലർ അത് കേൾക്കും മുമ്പേ ഇത് പച്ച കള്ളമാണെന്ന് പറയും. വേറെ ചിലർ നോവലിലൊക്കെ ഉള്ളതുപോലെ ഇതൊരു വലിയ കെട്ടുകഥയാണെന്ന് പറയും. മറ്റു ചിലരൊക്കെ സിനിമ പോലെ ഉണ്ടല്ലോ ഇതെന്ന് പറയും. വേറെ ചിലരാവട്ടെ ഈ കേൾക്കുന്നത് ശരിയാണോ, എന്താണ് ഇതിലെ യാഥാർത്ഥ്യം എന്നറിയാൻ വേണ്ടി വാർത്തകൾ തപ്പിപ്പോവും. അങ്ങനെ വാർത്ത തപ്പിപ്പോയതാണ് ഞാനും. ഫേസ്ബുക്കിൽ കണ്ട ചില കമന്റുകളാണ് അങ്ങനെ ഒരു വാർത്തയിലേക്ക് എന്നെ എത്തിക്കുന്നത്. ബാബറി മസ്ജിദ് തകർത്ത സ്ഥലത്ത് രാമക്ഷേത്രത്തിന് തറക്കല്ലിട്ട ദിവസങ്ങളിലാണ് ഞാൻ ആദ്യമായിട്ട് ഇതിനെക്കുറിച്ച് കേൾക്കുന്നത്. ഭയങ്കര അതിശയമാണ് തോന്നിയത്. ഇത്രയൊക്കെയേ ഉള്ളൂ ഈ വിശ്വാസത്തിന്റെ പേരിലുള്ള ഭ്രാന്തുകൾ എന്ന് രണ്ടാമത് തോന്നി. അങ്ങനെ പോയി എത്തിയത് മുംബൈ മിറർ പ്രസിദ്ധീകരിച്ച ഒരു വാർത്തയിലാണ്. 2017 ഡിസംബറിൽ മുരളി കെ മേനോൻ എന്ന ജേർണലിസ്റ്റ് ആ മുൻ കർസേവകരിൽ ഒരാളുമായി നടത്തിയ വിശദമായൊരു അഭിമുഖമാണ് വായിച്ചത്. അതൊരു അമ്പരപ്പിക്കുന്ന ഒരു അനുഭവം പോലെയാണ് തോന്നിയത്. പിന്നീട് ഇന്ത്യ ടുഡേ വാർത്ത കണ്ടു. 2018 ഫെബ്രുവരിയിൽ ആശിഷ് പാണ്ഡെ എന്ന ജേർണലിസ്റ്റ് നടത്തിയ ഒരു അഭിമുഖമായിരുന്നു അത്. ബൽബീർ സിംഗ് എന്ന പേരായ RSSകാരൻ മുസ്ലിമായിട്ട് മുഹമ്മദ് ആമിർ എന്ന പേരൊക്കെ സ്വീകരിച്ചിട്ട് ആ എക്സ്പീരിയൻസ്, കഥാനുഭവങ്ങളൊക്കെ ആയിരുന്നു അത്. അയാളുമായിട്ടുള്ള ഒരു വിശദമായ വീഡിയോ അഭിമുഖമൊക്കെ ഇന്ത്യ ടുഡേ ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. BJPയുടെ MP ആയ സുഭാഷ് ചന്ദ്രയുടെ സി ന്യൂസിന്റെ ഭാഗമായിരുന്ന DNA പിന്നീട് അയാളെ കുറിച്ചുള്ള കുറച്ച് കഥയും സ്റ്റോറിയൊക്കെ ഉണ്ട്. ആ കഥ മലയാളത്തിലെ ചില പോർട്ടലുകളിലൊക്കെ കണ്ടു. ലോകമെങ്ങുമുള്ള മറ്റനേകം മാധ്യമങ്ങളും ആ സ്റ്റോറി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാധ്യമങ്ങളെ കാര്യമായി ഫോളോ ചെയ്യുന്ന ആളാണെന്നൊരു അഹങ്കാരമുള്ള ആളായിരുന്നു ഞാൻ. എന്നിട്ടും ഇതുപോലൊരു വാർത്ത ഞാൻ അറിയുന്നത് ഇത്രയും വൈകിയാണ്. സ്വാഭാവികമായും ഇതൊന്നും അറിയാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ടാകുമെന്നാണ് എനിക്കത് കേട്ടപ്പോൾ തോന്നിയത്. അതുകൊണ്ടാണ് ബാബറി മസ്ജിദ് തകർക്കാൻ മുന്നിലുണ്ടായിരുന്ന 3 കർസേവകർ മതവും പേരും മാറി പള്ളികൾ പുനർനിർമ്മിക്കാൻ നടക്കുന്ന ഒരു കഥ നിങ്ങളോട് പറയാൻ വേണ്ടി ഷെയർ ചെയ്യാൻ തീരുമാനിക്കുന്നത്. കർസേവകരായിരുന്ന ശിവസേന പ്രവർത്തകൻ ബൽബീർ സിംഗ്, ബജ്രംഗദൾ പ്രവർത്തകൻ യോഗേന്ദ്രപാൽ, VHP നേതാവായ ശിവപ്രസാദ് എന്നിവരാണ് ഇസ്ലാം മതം സ്വീകരിച്ച് പള്ളികൾ നിർമ്മിക്കാൻ നടക്കുന്നതെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകളിൽ കാണുന്നത്. ഇവരിൽ ബൽബീർ സിംഗ് മുഹമ്മദ് ആമിർ എന്ന പേര് സ്വീകരിച്ചു. യോഗേന്ദ്രപാലിന്റെ പേര് ഇപ്പോൾ മുഹമ്മദ് അസദ് എന്നാണ്. ശിവപ്രസാദിന്റെ പേര് മുഹമ്മദ് മുസ്തഫ എന്നാണ്. ഇവര് പേരൊക്കെ മാറ്റി മതപ്രഭാഷണം നടത്തി വരികയാണ്. അവരിൽ ഒരാളായ ബൽബീർ സിംഗ് പറഞ്ഞ കഥയാണ് മുകളിലെ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, അദ്ദേഹത്തിന്റെ അഭിമുഖം. ആ അനുഭവങ്ങൾ തന്നെയാണ് എനിക്കും ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഉപകാരപ്പെട്ടത്. നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ച് ഇസ്ലാമിനെ പരിചയപ്പെടുത്തുകയും തകർന്നു പോയ പള്ളികളൊക്കെ പുനർനിർമ്മിക്കുകയും ചെയ്യുന്ന മുഹമ്മദ് ആമിർ 28 വർഷം മുമ്പ് വരെ ബൽബീർ സിംഗ് ആയിരുന്നു പേര്. ബാബറി മസ്ജിദിന്റെ താഴികക്കുടങ്ങൾക്കുമേൽ വലിഞ്ഞു കയറി ആദ്യ പ്രഹരമേൽപ്പിച്ച കർസേവകനാണ് ബൽബീർ സിംഗ് എന്ന് പറയുന്നത്. ചെറുപ്പത്തിലേ RSSൽ പ്രവർത്തിച്ചിരുന്ന അദ്ദേഹം പിന്നീട് ശിവസേനയിൽ ചേരുകയും പള്ളി പൊളിക്കാനുള്ള ഈ സംഘത്തിന്റെയൊക്കെ ഭാഗമാവുകയും ഒക്കെ ചെയ്തു എന്നാണ് ഇന്ത്യ ടുഡേക്ക് അദ്ദേഹം നൽകിയ അഭിമുഖത്തിൽ പറയുന്നത്. ഹിസ്റ്ററി, പൊളിറ്റിക്സ്, ഇംഗ്ലീഷ് എന്നീ 3 വിഷയങ്ങളിൽ 3 പോസ്റ്റ് ഗ്രാജുവേഷനുള്ള ആളാണ് ഇദ്ദേഹം. വിദ്യാഭ്യാസമില്ലാത്ത ആളൊന്നും അല്ല കേട്ടോ. പാനിപ്പത്തിന് സമീപത്തെ ഒരു ഗ്രാമത്തിൽ രജപുത്ര കുടുംബത്തിലാണ് ഇദ്ദേഹത്തിന്റെ ജനനം. സ്കൂൾ അധ്യാപകനായ പിതാവ് ദൗലത് റാം ഉറച്ച ഗാന്ധിയനായിരുന്നു, കറകളഞ്ഞ മതേതരവാദി. വിഭജന കാലം മുതൽ മുസ്ലിങ്ങൾക്ക് സുരക്ഷയൊരുക്കാൻ വേണ്ടി മുന്നിൽ നിന്ന ഒരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹത്തിന്റെ അച്ഛൻ. ബൽബീറിന് 10 വയസ്സുള്ളപ്പോഴാണ് ഈ കുടുംബം ഗ്രാമമൊക്കെ വിട്ട് പാനിപ്പത്തിലെത്തുന്നത്. ഗ്രാമീണ മേഖലകളിൽ നിന്ന് കുടിയേറുന്നവരെ പുച്ഛത്തോടെ കാണുന്ന ഒരു ഗ്രാമം, ഒരു നഗരമായിരുന്നു അതെന്ന്. അങ്ങനെയല്ലാതെ പെരുമാറിയ ചിലർ വഴിയാണ് RSSന്റെ ശാഖയിൽ ഇദ്ദേഹം എത്തുന്നത്. പിന്നീട് ഇദ്ദേഹം ശിവസേനയിൽ അംഗമായി. സഹോദരനൊപ്പം നെയ്ത്ത് വ്യവസായത്തിൽ സജീവമായി പങ്കെടുത്തു. അതോടൊപ്പം റോഹ്തക്കിലെ മഹർഷി വാഴ്സിറ്റിയിൽ നിന്ന് 3 മാസ്റ്റേഴ്സ് ബിരുദങ്ങൾ നേടുകയായിരുന്നു. വിവാഹം കഴിച്ചു. ഗാന്ധിയൻ കുടുംബത്തിലുള്ള ഒരു RSSകാരൻ. അങ്ങനെ RSS ആയി ആ കുടുംബത്തിൽ ജീവിക്കുക വലിയ പ്രശ്നമായിരുന്നു. പിതാവും മറ്റുമായി അകൽച്ചയുണ്ടായിരുന്നു. ബാബർ, ഔറംഗസീബ് തുടങ്ങിയവരൊക്കെ നടത്തിയ ചരിത്രപരമായ കളങ്കങ്ങൾ എതിർക്കുക എന്നതായിരുന്നു അത്രേ അന്നത്തെ ഇദ്ദേഹത്തിന്റെ ജീവിത ലക്ഷ്യമെന്നാണ് ബൽബീർ അഭിമുഖത്തിൽ പറയുന്നത്. മുസ്ലിങ്ങൾ ഇന്ത്യക്ക് പുറത്തു നിന്ന് വന്നവരാണെന്നും അവർ ഭൂമി പിടിച്ചു പറിക്കുകയും കൊള്ളയടിക്കുകയും ഒക്കെ ചെയ്തവരാണെന്നുമൊക്കെ ഇദ്ദേഹവും വിശ്വസിച്ചിരുന്നതായിട്ടാണ് അഭിമുഖങ്ങളിലൊക്കെ പറയുന്നത്. ഇതൊക്കെയാണ് റീസൺ. അങ്ങനെയൊക്കെയാണ് അത്രേ ഡിസംബറിൽ
കർസേവകനായി ഇദ്ദേഹം അയോധ്യയിലേക്ക് ചെല്ലുന്നതും പള്ളി തല്ലിപ്പൊളിക്കുന്നതും. 1992 ഡിസംബർ 5 അയോധ്യയും ഫൈസാബാദും VHPയുടെ നിയന്ത്രണത്തിലായിരുന്നു. ആയിരക്കണക്കിന് കർസേവകരാണ് അവിടെ ക്യാമ്പ് ചെയ്തത്. സുഹൃത്ത് യോഗേന്ദ്രപാലിനൊപ്പമായിരുന്നു ബൽബീറിന്റെ താമസം. അവിടെ എത്തിയിട്ട് പട്ടാളക്കാർ ഉണ്ടാവുമെന്നൊക്കെയാണ് കരുതിയിരുന്നെങ്കിലും തടയാൻ ആരും ഉണ്ടായിരുന്നില്ലെന്നാണ് ബൽബീർ ഇപ്പോൾ അഭിമുഖങ്ങളിലൊക്കെ പറയുന്നത്. അങ്ങനെയാണ് പള്ളിയുടെ താഴികക്കുടങ്ങളിലേക്ക് പാഞ്ഞു കയറാൻ അദ്ദേഹത്തിന് പറ്റിയത്, തല്ലിപ്പൊളിക്കാനും പറ്റിയത്. അവിടെ നിന്ന് പിക്കാക്സ് എടുത്താണ് ജോലി തുടർന്നത് അത്രേ. അത് കഴിഞ്ഞ് പള്ളി തല്ലിപ്പൊളിച്ച് നാട്ടിൽ തിരിച്ചെത്തിയപ്പോൾ വലിയ സ്വീകരണമാണ് അത്രേ ലഭിച്ചത്. എന്നാൽ വീട്ടിലെ അവസ്ഥ വളരെ മോശമായിരുന്നു. വീട്ടിൽ ആരും കയറാൻ പോലും പറ്റില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ പിതാവ് വീട്ടിൽ കയറ്റില്ലെന്ന് പറഞ്ഞു. വീട് വിട്ടിറങ്ങാൻ നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ പോലും അദ്ദേഹത്തിന്റെ കൂടെ ചെന്നില്ല. അതോടെ ഒറ്റയ്ക്ക് വീട് വിട്ടിറങ്ങി. മാസങ്ങൾ അലഞ്ഞു തിരിഞ്ഞ ശേഷം നാട്ടിലെത്തിയപ്പോഴേക്കും പിതാവ് മരിച്ചുപോയി. മരണകാരണം ബൽബീർ ആണെന്നൊരു വിശ്വാസമായിരുന്നു കുടുംബത്തിന്. അതുകൊണ്ട് കുടുംബം വീണ്ടും വീട്ടിൽ കയറ്റില്ല. പള്ളി തല്ലിപ്പൊളിക്കാൻ ഒപ്പം ഉണ്ടായിരുന്ന സുഹൃത്ത് യോഗേന്ദ്രപാൽ മതം മാറിയത് പറഞ്ഞു. ഡിസംബർ 6 തുടർച്ചയായി രാജ്യത്ത് അരങ്ങേറിയ സംഭവ വികാസങ്ങൾ യോഗേന്ദ്രപാലിന്റെ മനസ്സിനെ ബാധിച്ചിരുന്നു. അതേ അവസ്ഥ തന്നെയായിരുന്നു ബൽബീറിന്റേതും എന്നാണ് ഇവർ ഇരുവരും പറഞ്ഞത്. ഇവർ രണ്ടുപേരും ഡിപ്രഷനിലേക്ക് പോയി. അങ്ങനെയാണ് ഇത്രേ യോഗേന്ദ്രപാലിന്റെ നിർദ്ദേശപ്രകാരം മതം മാറുന്നത്. മുസാഫർ നഗറിലെ സമീപത്തെ ഫുലട്ട് ആസ്ഥാനമായ ജംഇയ്യത്തെ ഇമാം വലിയുല്ലിയ ട്രസ്റ്റ് ഫോർ ചാരിറ്റി ആൻഡ് ദവ എന്ന സംഘടനയുടെ അമരക്കാരനായ മൗലാന കലീം സിദ്ദീഖിയാണ് 1993 ജൂണിൽ ഇതിനുള്ള സഹായം നൽകിയത്. തുടർന്ന് മതപ്രഭാഷകനായി, മതപ്രചാരകനായി. ഇതിനിടെ ഭാര്യയും മക്കളും കൂടെ വന്നു ഇസ്ലാം മതം സ്വീകരിച്ചു. 1993 2017 ഇടയിൽ ഉത്തരേന്ത്യയിൽ നിരവധി പള്ളികൾ ട്രസ്റ്റിന്റെ സഹായത്തോടെ പുനരുദ്ധരിച്ചതായിട്ടാണ് അമീർ പറയുന്നത്. ഇപ്പോൾ 100 മസ്ജിദുകൾ നിർമ്മിക്കുകയോ നവീകരിക്കുകയോ ചെയ്യണമെന്നാണ് മോഹം. ഇസ്ലാമിനെ പരിചയപ്പെടുത്തി സംസാരിക്കണം. സമാധാനത്തെക്കുറിച്ച് സംസാരിക്കുന്നു, പ്രകോപനത്തെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. ക്ഷമയാണ് മാർഗമെന്നാണ് അപ്പോൾ അമീർ പൊതുയോഗങ്ങളിലൊക്കെ പറയുകയും ഉപദേശിക്കുകയും ചെയ്യുന്നത്. പശ്ചാത്താപമാണത്ര ഇതിനുള്ള കാരണം. കൂട്ടത്തിലെ മൂന്നാമനായ ശിവപ്രസാദ് ബാബറി മസ്ജിദ് പൊളിച്ച ശേഷം തന്നെ ഇദ്ദേഹവും ഇസ്ലാം മതം സ്വീകരിച്ചു. പള്ളി പൊളിച്ച ശേഷമുള്ള കുറ്റബോധം കൊണ്ട് വിഷാദ രോഗത്തിന് അടിമയായ ശിവപ്രസാദ് 99 ഷാർജയിൽ ജോലി തേടി എത്തിയ ശേഷമാണ് ഇസ്ലാം മതം സ്വീകരിച്ചതെന്നാണ് അഭിമുഖങ്ങളിൽ കാണുന്നത്. മുഹമ്മദ് മുസ്തഫ എന്ന പേരാണ് ശിവപ്രസാദ് സ്വീകരിച്ചത്. ഇതൊക്കെയാണ് ഞാൻ വായിച്ചറിഞ്ഞ കഥകൾ.